യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും കോളടിച്ച് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ശേഷം വിദേശ യാത്രകൾ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ നല്ലൊരു ശതമാനം കുറവ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി വിമാനത്തിലുള്ള തകരാറുകളും ബോംബ് ഭീഷണിയും യാത്രക്കാരിൽ വലിയ തോതിൽ ഭീതി ഉണർത്തുകയും ചെയ്തു. കൂടാതെ ഇറാൻ ഇസ്രായേൽ യുദ്ധ സാഹചര്യവും വിദേശത്തേക്ക് പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തി. എന്നാൽ ഇപ്പോൾ വിമാന സർവീസുകളൊക്കെ പഴയ നിലയിലേക്ക് വരികയാണ്. ആ സാഹചര്യത്തിലാണ് കണ്ണൂരിന് കോളടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരുമാനം 93%, യാത്രക്കാരുടെ എണ്ണം 27% വർദ്ധിച്ചിട്ടുണ്ട്. 13.4 ലക്ഷം യാത്രക്കാരാണ് 2024-25 കണ്ണൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. ആകെ 11,430 വിമാന സർവീസുകളാണ് നടത്തിയത്. 195 കോടി രൂപയുടെ വരുമാനമാണ് 2024-25 വർഷത്തിൽ കിയാലിനുണ്ടായത്. 101 കോടി രൂപയായിരുന്നു 2023-24 വർഷത്തെ വരുമാനം. ഈ സാമ്പത്തിക വർഷവും യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. ഏപ്രിലിൽ 1.38 ലക്ഷം പേരും മെയ്യിൽ 21 കോടിയുമാണ് കിയാലിന്റെ വരുമാനം. ഈ സാമ്പത്തിക വർഷം 20 ലക്ഷം യാത്രക്കാരും 280 കോടി രൂപ വരുമാനവുമാണ് കിയാൽ ലക്ഷ്യമിടുന്നത്. രാജ്യാന്തര സർവീസുകളുടെ എണ്ണത്തിൽ 32%, ചരക്കു നീക്കത്തിൽ 25% വർധനവുണ്ടായി. ആകെ 4150 ടൺ ചരക്കു നീക്കമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായത്. ഒരു വർഷത്തിനിടെ ഒട്ടേറെ പുതിയ സർവീസുകളാണ് കണ്ണൂരിൽ തുടങ്ങിയത്. ഡൽഹി, ഫുജൈറ, മസ്കറ്റ്, ദമാം എന്നിവിടങ്ങളിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് സർവീസുകൾ തുടങ്ങി. മുംബൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസും സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ സർവീസുകൾ തുടങ്ങാനായി ആകാശ് എയർ, സ്പൈസ് ജെറ്റ്, എയർ കേരള, അൽ ഹിന്ദ് എയർ, സ്പിരിറ്റ് എയർ തുടങ്ങിയ കമ്പനികളുമായി ചർച്ച പുരോഗമിക്കുകയാണ്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ 2024 നടത്തിയ എയർപോർട്ട് സർവീസ് ക്വാളിറ്റി സർവേയിൽ ഏഷ്യ പസഫിക് മേഖലയിലെ മികച്ച വിമാനത്താവളമായി കണ്ണൂർ തിരഞ്ഞെടുക്കപ്പെട്ടു. 20 ലക്ഷം യാത്രക്കാരിൽ കുറവുള്ള വിമാനത്താവളങ്ങളുടെ വിഭാഗത്തിലായിരുന്നു കിയാലിന്റെ നേട്ടം. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പരമാവധി സർവീസുകൾ തുടങ്ങാനുള്ള ശ്രമത്തിലാണ് കിയാൽ സീനിയർ മാനേജർ ഡി അജയകുമാർ പറഞ്ഞു. വിദേശത്തേക്കുൾപ്പെടെയുള്ള പുതിയ സർവീസുകൾ തുടങ്ങുന്നതിന് വിമാന കമ്പനികളുമായി ചർച്ച പുരോഗമിക്കുകയാണ്. പോയിന്റ് ഓഫ് കോൾ പദവി കിട്ടുന്നതോടെ വിദേശ വിമാന കമ്പനികളും സർവീസ് തുടങ്ങും. കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനായതോടെയാണ് യാത്രക്കാർ കൂടിയത്. 4 മെഗാവാട്ടിന്റെ സോളാർ വൈദ്യുതി പദ്ധതി നടപ്പാക്കാൻ പോവുകയാണ്. കൂടാതെ മറ്റു നിരവധി പദ്ധതികളുടെയും ആസൂത്രണം നടക്കുകയാണെന്നും അജയകുമാർ വ്യക്തമാക്കി. അതേസമയം അൽ ഉദൈദിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെയുള്ള ഇറാൻ മിസൈൽ ആക്രമണത്തെ തുടർന്ന് വിമാനങ്ങൾ റദ്ദാക്കുകയും വഴിതിരിച്ചു വിടുകയും ചെയ്ത സാഹചര്യത്തിൽ യാത്രക്കാരുടെ ക്ഷമയ്ക്ക് നന്ദി പറഞ്ഞ് ഖത്തർ എയർവേസ് സിഇഒ എഞ്ചിനീയർ മുഹമ്മദ് അൽമീർ തുറന്ന കത്തിലൂടെയാണ് എയർലൈനിലുള്ള വിശ്വാസം നിലനിർത്തുകയും ക്ഷമയും കാണിച്ച യാത്രക്കാരോട് കഴിഞ്ഞ ദിവസം നന്ദി പറഞ്ഞത്. വ്യോമപാത അടച്ച സമയത്തെ വിശദാംശങ്ങളും തുറന്ന കത്തിലൂടെ അദ്ദേഹം ഖത്തർ എയർവേസ് യാത്രക്കാരോട് പങ്കുവച്ചു. ഖത്തറിന്റെ വ്യോമപാത അടച്ച സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ദോഹയിലേക്ക് പുറപ്പെട്ട 90 വിമാനങ്ങൾ ഖത്തർ എയർവേസ് വഴി തിരിച്ചുവിട്ടതായി അദ്ദേഹം കത്തിലൂടെ അറിയിക്കുകയും ചെയ്തു. ഈ വിമാനങ്ങളിൽ ഉണ്ടായിരുന്ന 20,000-ലേറെ യാത്രക്കാരെ 24 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചെന്നും ഇതിനായി 390 വിമാനങ്ങളും പ്രവർത്തന സജ്ജമാക്കിയെന്നും ഖത്തർ എയർവേസ് സിഇഒ വ്യക്തമാക്കിയിട്ടുണ്ട്. 25 വിമാനങ്ങൾ സൗദി അറേബ്യയിലെ വിവിധ എയർപോർട്ടുകളിലേക്കും 18 തുർക്കിയ, 15 ഇന്ത്യ, 13 ഒമാൻ, 5 UAE-യിലേക്കും തിരിച്ചുവിട്ടു. ബാക്കിയുള്ള വിമാനങ്ങൾ ലണ്ടൻ, ബാഴ്സലോണ ഉൾപ്പെടെയുള്ള യൂറോപ്പ്, ഏഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നീ മേഖലകളിലെ പ്രധാന എയർപോർട്ടുകളിലേക്ക് റൂട്ട് മാറ്റി. വ്യോമപാത അടയ്ക്കുന്ന സമയത്ത് 10,000-ലേറെ യാത്രക്കാരാണ് ട്രാൻസിറ്റിനായി ഹമദ് വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ മുൻഗണന അനുസരിച്ച് 4,600-ഓളം യാത്രക്കാർക്ക് ദോഹയിലെ 3,200-ഓളം ഹോട്ടൽ മുറികൾ ഉപയോഗിച്ച് താമസ സൗകര്യം ഒരുക്കി എയർലൈൻ ഗ്രൂപ്പിന്റെ വിവിധ ടീമുകൾ ട്രാൻസിറ്റ് ഏരിയയിൽ നേരിട്ടെത്തി യാത്രക്കാർക്ക് സഹായം നൽകി. മെഡിക്കൽ കേസുകൾ, കുടുംബങ്ങൾ, മുതിർന്ന യാത്രക്കാർ എന്നിവർക്ക് മുൻഗണന നൽകി യാത്രകൾ റീഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.